ആയുസിന്റെ പുസ്തകത്തിനെ കുറിച്ചിട്ട് ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചിലര് ആ പുസ്തകത്തിനെ മലബാറിലെ ഈ കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കൃതി എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷെ അതത്ര ശരിയല്ല. മലബാറിലെ കുടിയേറ്റത്തെക്കുറിച്ചിട്ടുള്ള പ്രമുഖങ്ങളായിട്ടുള്ള 2 നോവലുകൾ എസ് കെ പൊറ്റക്കാടിൻ്റെ വിഷകന്യകയും കകനാടൻ്റെ പൊറോദയുമാണ്. 1940കളിൽ തുടങ്ങിയ കുടിയേറ്റം, മലബാറിലേക്കുള്ള കുടിയേറ്റം, അതിൻ്റെ സാമ്പത്തികമായ സാമൂഹികമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി വന്നവർ ഇവിടെ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതാണ് ആ 2 നോവലുകളിലും പറഞ്ഞത്. പക്ഷെ ആയുസിന്റെ പുസ്തകം അത്തരത്തിലുള്ള ഈ കുടിയേറ്റത്തിന്റെ ക്ലേശങ്ങളോ അതിൻ്റെ ഞെരുക്കങ്ങളോ ഒന്നും പ്രതിപാദിക്കുന്ന ഒരു കൃതിയല്ല. അത്തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള സമസ്യകൾ അതിൽ നിർദ്ധാരണം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ശരിക്കും. പക്ഷേ അത് എഴുതുമ്പോഴും എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ പരിചയത്തിലുള്ള ഒരു കുടിയേറ്റ മേഖലയാണ്. ഒരു ഗ്രാമം എന്ന് പറയാൻ വയ്യ, ഒരു വലിയ കുടിയേറ്റ മേഖലയാണ്. പക്ഷേ ഈ 10-30 വർഷത്തിന് ശേഷമാണ് കുടിയേറ്റം തുടങ്ങിയിട്ട്. കുടിയേറ്റം ഇല്ലാതായതിന് ശേഷമുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് ആ നോവലുള്ളത്. അതുകൊണ്ട് ഈ കുടിയേറ്റം എന്നൊരു പശ്ചാത്തലമില്ല. ഈ മധ്യ തിരുവിതാംകൂറിനെ കുറിച്ചിട്ടുള്ള ഗൃഹാതുരത്വവും അതിലെ കഥാപാത്രങ്ങൾ പങ്കിടുന്നില്ല. അത് വായിക്കുന്നവർക്കറിയാം. അത് ഇപ്പം തിരുവിതാംകൂറിലേക്ക് പോകുന്നതിനെ കുറിച്ചോ അവിടെയുള്ള മീനച്ചിലാറിനെ കുറിച്ചോ മണിമലയാറിനെ കുറിച്ചോ പാലായെക്കുറിച്ചോ കാഞ്ഞിരപ്പള്ളിയെക്കുറിച്ചോ ഉള്ള പരാമർശങ്ങളൊന്നും അതിനകത്തില്ല ശരിക്കും. അപ്പോൾ അതൊരു ക്രൈസ്തവ ജീവിത മേഖല അതിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉള്ള ക്രൈസ്തവരുടെ ഈ ഭൗതികമായിട്ടുള്ള ഞെരുക്കങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിരുന്നു. അവര് കുറെ കൂടി ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് ആ സമയത്ത് ശ്രദ്ധ യൂന്നിക്കൊണ്ടിരുന്നത്. ഒരു സഭ, അതിൻ്റെ ഒരു ചർച്ച്, അതിലെ പുരോഹിതൻ, അങ്ങനെയുള്ള ഒരു ശൃംഖല അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കീഴെയുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല, അവരുടെ ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ആയുസിന്റെ പുസ്തകത്തിൽ നിന്ന് നടത്തിയത്. അപ്പൊ അതില് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതെങ്ങനെ ഇതിനകത്ത് ഈ ബൈബിളിൻ്റെതായ ഒരു ഭാഷ വരുന്നു, ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരാൾ എങ്ങനെ ഈ ക്രൈസ്തവ ജീവിതം എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളിലും എനിക്ക് പറയാനുള്ളത്, ബൈബിൾ ഞാൻ വളരെ ഗൗരവപൂർവ്വം വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഞാനത് എഴുതിയിരുന്നത്. ഇപ്പോഴും വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ചർച്ചുകളുമായിട്ടുള്ള ബന്ധം, ക്രൈസ്തവ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം ഒക്കെയുള്ള ഒരു കാലത്താണ് അത് എഴുതുന്നത്. അതിലേക്ക് അത് എഴുതാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ബൈബിളിലെ, പ്രത്യേകിച്ചും പഴയ നിയമത്തിലെ ഒരു ഭാഷ അതിലേക്ക് കടന്നു വന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളതാണ്. കാരണം ഈ മനുഷ്യരുടെ അത്തരത്തിലുള്ള വേവലാതികൾ തുടങ്ങുന്നത് പഴയ നിയമത്തിൽ നിന്നാണ്. ദൈവവുമായിട്ടുള്ള സമൂഹീകരണത്തെക്കുറിച്ചിട്ടും ജീവിതത്തിലെ നാനാതരത്തിലുള്ള കൂടിച്ചേരലുകളെ കുറിച്ചും വേർപിരിയലുകളെ കുറിച്ചും മരണത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ വരുന്നത് പഴയ നിയമത്തിലാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, പുതിയൊരു സാഹചര്യത്തിൽ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പഴയ നിയമത്തിന്റെ ഒരു പശ്ചാത്തലം അതിനകത്ത് കടന്നു വരികയാണ്. അപ്പൊ അത് വായിച്ചുള്ളവർക്കറിയാം, അതിനകത്ത് പുതിയ നിയമം പ്രതിപാദിക്കുന്നതേ ഇല്ല. പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. ഉൽപ്പത്തിയോ അതുപോലെ പുറപ്പാടോ ബുക്ക് ഓഫ് ജോബോ സങ്കീർത്തനങ്ങളോ ഉത്തമഗീതോ ഒക്കെയാണ് അതിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ അത് ആ നിലയ്ക്ക് ബൈബിൾ സ്വാംശീകരിച്ചതിൻ്റെ ഒരു ഫലമാണത്. അതേപോലെ ഈ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ആവോളം അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിൻ്റെയും ഒരു ഫലമാണ് ആയുസിൻ്റെ പുസ്തകം.
ഒരു ആമുഖമായിട്ട് ഞാൻ ഇത്രയാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു വിലയിരുത്തലാണ് സാറ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് MA കുട്ടികൾ പ്രത്യേകിച്ചും നിങ്ങളുടെ വായനാനുഭവത്തെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിന്നീട് നിങ്ങൾക്ക് പരസ്പരം ഒരു സംവാദത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ആദ്യം MA കുട്ടികൾ അത് തുടങ്ങി വെക്കട്ടെ. ആതിര തുടങ്ങിക്കോളൂ. നമസ്കാരം സാർ, ഞാൻ ആതിര. ഇന്ന് എഴുത്തുകാരനും കൃതിയും എന്ന നമ്മുടെ സംവാദകളുടെ രണ്ടാമത്തെ ദിനമാണ്. ഇന്നിവിടെ നമുക്കൊപ്പം അല്പനേരം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ CV ബാലകൃഷ്ണൻ സാറാണ്. സാറിന് ഈ പരിപാടിയിലേക്ക് ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതിനോടൊപ്പം തന്നെ അങ്ങയുടെ വിലയേറിയ കുറച്ച് സമയം ഞങ്ങൾക്കൊപ്പം സംവദിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിന് അങ്ങയോടുള്ള പ്രത്യേക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ചെറുകഥ, നോവൽ, തിരക്കഥ എന്നീ രംഗങ്ങളിൽ തന്റെ പ്രതിഭ തെളിയിച്ച അങ്ങയുടെ ആയുസിന്റെ പുസ്തകം എന്ന നോവൽ പഠിക്കാൻ സാധിച്ചതും അതിനോടൊപ്പം തന്നെ കുറച്ചു സമയം അങ്ങയ്ക്കൊപ്പം ചിലവിടാൻ സാധിച്ചതിലുമുള്ള ആഹ്ലാദത്തിലാണ് ഞങ്ങൾ ഏവരും. ഈ പ്രത്യേക അവസരത്തിൽ ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു അവസരം ഉണ്ടാക്കി തന്ന ഞങ്ങളുടെ മലയാള വിഭാഗത്തിനും ഞങ്ങളുടെ പ്രിയ അധ്യാപിക ഗംഗ ടീച്ചറിനും ഞാൻ നന്ദി പറയുകയാണ്. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും മലയാളക്കരയാകെ നെഞ്ചിലേറ്റിയ നോവലാണ് ആയുസിന്റെ പുസ്തകം എന്ന് പറയുന്നത്. ആധുനിക മനുഷ്യന്റെ നിരാശയും ഏകാന്തതയും സ്വത്ത് പ്രതിസന്ധിയും അനാവരണം ചെയ്തിരിക്കുന്ന തന്നിലേക്ക് തന്നെ ചുരുങ്ങിയ മനുഷ്യന്റെ ദീപ്ത ആവിഷ്കാരമാണ് ഈ നോവൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ തന്നെ ക്ലാസിസവും കാൽപ്പനികതയും റിയലിസവും ഒക്കെ പറയാൻ മടിച്ച ഒരു രതിയും ലൈംഗികയും മൂർച്ചയുള്ള ഭാഷയിൽ അങ്ങ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏകദേശം ഖസാക്കിന്റെ ഇതിഹാസത്തിന് ശേഷം ആധുനിക പ്രവണത മലയാളത്തിൽ നിലനിന്നിരുന്ന നോവലിന് ഉദാഹരണമാണ് അങ്ങയുടെ ഈ പുസ്തകം എന്ന് തന്നെ നമുക്ക് കരുതാൻ സാധിക്കും. ഈ കൊറോണ സാഹചര്യത്തിലും ഞങ്ങൾക്ക് വായിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ വായനയുമായിട്ടും പുസ്തകങ്ങളുമായിട്ടും ഒക്കെ പരിചയപ്പെടാനുള്ള ആ ഒരു സമയം ലഭിക്കാതെ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പരീക്ഷയും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ, അതായത് ഒരു മുറിയിൽ ചുറ്റപ്പെട്ട് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങേ പോലെയുള്ളവരോട് സംവദിക്കാൻ സാധിക്കുന്നതും ഞങ്ങളുടെ പാഠപുസ്തകങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ കൂടുതലായിട്ടും ഇപ്പം സഹൃദയൻ അറിയാം, എഴുത്തുകാരനോടൊപ്പം തന്നെ ചിന്തിക്കുന്നവനാകണം സഹൃദയൻ. എങ്കിൽ തന്നെയും ഞങ്ങൾ ഒരുപക്ഷെ അങ്ങയുടെ പുസ്തകത്തെ വിലയിരുത്തുന്നതാവില്ല യഥാർത്ഥത്തിലുള്ള അങ്ങ് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം അത്തരത്തിൽ ഞങ്ങളുടെ സംശയ നിവാരണത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങേ പോലെയുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഇത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ ഞങ്ങൾക്ക് ഈ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങേ ക്ഷണിക്കുന്നു. സ്വാഗതത്തിന് നന്ദി. ഞാൻ ആമുഖമായിട്ട് ഏതാനും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് എഴുതാനിടയായ ഒരു സാഹചര്യം, അതിന്റെ പശ്ചാത്തലം ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ പുസ്തകം ഏകാന്തതയെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ്. വലിയ സമൂഹത്തില് മനുഷ്യരെ എങ്ങനെ ഒറ്റപ്പെടുന്നു, എങ്ങനെ വളരെ വളരെ ഏകാകികളായിത്തീരുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. യോഹന്നാൻ എന്ന് പറയുന്ന ഒരു 16 വയസ്സെങ്കിലും തോന്നിക്കാവുന്ന പ്രായമുള്ള ഒരു കൗമാരക്കാരൻ, അല്ലെങ്കിൽ യൗവനത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു കഥാപാത്രമാണ് അതിലെ മുഖ്യ സ്ഥാനത്തുള്ളത്. അപ്പൊ അവന്റെ ഏകാന്തത ആണ് അതിനകത്ത് പറയുന്നത്. അവനൊരു കുടുംബമുണ്ട്, അവന് ചുറ്റിലും മനുഷ്യരുണ്ട്, അവിടെ പള്ളിയുണ്ട്, പുരോഹിതന്മാരുണ്ട്, അവൻ്റെ സ്കൂളിൽ കുട്ടികളുണ്ട്. പക്ഷേ സാമൂഹിക സാഹചര്യങ്ങൾ എങ്ങനെ അവനെ തീർത്തും ഒറ്റയ്ക്കാക്കി തീർക്കുന്നു എന്നുള്ളത്. അവൻ്റെ ജീവിതത്തിൽ നിന്നും ഓരോരുത്തരായിട്ട്
അകന്നകന്ന് പോവുകയാണ്. ആ, മരണത്തിലൂടെ കടന്നു പോകുന്നു ചിലര്. അപ്പൊ അവൻ്റെ അമ്മ ആദ്യമേ മരിച്ചു പോകുന്നു, പിന്നെ വല്യപ്പൻ മരിച്ചു പോകുന്നു, അവൻ സ്നേഹിച്ചവരൊക്കെ അകന്നു പോകുന്നു, അവൻ സ്നേഹിച്ച സാറ കൊല്ലപ്പെടുന്നു, മറ്റുള്ള അവൻ്റെ കൂട്ടുകാരായിട്ട് പറഞ്ഞിട്ടുള്ളവരൊക്കെ അവനെ വിട്ടുപോകുന്നു, റാഹേലും ജോഷിയും. അപ്പോൾ അതില് നമ്മൾ ഒരു ഒരു വ്യക്തിക്ക് അനുഭവപ്പെടാവുന്ന, ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് അനുഭവപ്പെടാവുന്ന ഈ പരമമായ ഏകാന്തതയിലാണ് അത് അവസാനിക്കുന്നത്. ആ ഒരു ഇമേജിലാണ് ആ നോവൽ അവസാനിക്കുന്നത്. ഒരാൾ നഗ്നനായ പൊടിയിൽ ഇരുന്നിട്ട് അയ്യോ ദൈവമേ എൻ്റെ നിലവിളി എങ്ങും തെളിഞ്ഞു പോകരുത് എന്ന് പറയുന്ന, എൻ്റെ രക്തം മൂടരുത് എന്ന് പറയുന്നിടത്താണ് അത് അവസാനിക്കുന്നത്. അപ്പൊ ആ ഒരു ഇമേജിലാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഒരുപക്ഷെ നിരീക്ഷിച്ചിട്ടുണ്ടാകുന്നത് പോലെ വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഭാഷയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് എനിക്ക് തോന്നിയത്, ഞാൻ എഴുതുന്ന കാലത്ത്, ഞാൻ ആ സമയത്ത് എനിക്ക് ലോക സിനിമയുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ടായിരുന്നു. ഞാൻ യൂറോപ്പിലും മറ്റു വിദേശങ്ങളിലുമുള്ള സിനിമകൾ നിരന്തരമായിട്ട് കാണുന്ന ഒരു കാലത്താണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ സിനിമയുടേതായ ഒരു ആവിഷ്കരണ രീതി, അത് ഈ ദൃശ്യഘടനകൾ അതിനകത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ മലയാളത്തിൽ അതിനു മുമ്പേ എഴുതപ്പെട്ടിട്ടുള്ള പല നോവലുകളും ഉണ്ട്, മികച്ച ഒരുപാട് നോവലുകളുണ്ട്. ആ നോവലുകളെ പോലെ ഒരു വിവരണാത്മകമായ ഭാഷയിലല്ല ആ നോവൽ എഴുതിയിട്ടുള്ളത്. ചിലയിടത്തൊക്കെ വളരെ ദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ആ ദൃശ്യാത്മകമായിട്ടുള്ള ഒരു ആഖ്യാന രീതിയാണ് അതിനകത്ത് പുലർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ആദ്യത്തെ ഈ അതിൽ യോഹന്നാനും ആനയും ഓടി വരുന്നു എന്ന് പറഞ്ഞ് തൊട്ടിട്ട് ഉള്ള ഒരുപാട് ദൃശ്യങ്ങളുടെ ഒരു സംരചനയാണ് യഥാർത്ഥത്തിൽ ആ നോവൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വ്യത്യസ്തതയായിട്ട് ഇപ്പോൾ പറയാവുന്നത്, അതിൻ്റെ ആവിഷ്കാര രീതിയുടെ അല്ലെങ്കിൽ അതിൻ്റെ നറേറ്റീവ് സ്ട്രക്ചറിൻ്റെ ഒരു വ്യത്യസ്തതയായിട്ട് അത് പറയാവുന്നതാണ്. പിന്നെ അത് ഒരു പ്രത്യേക കാലത്തിൽ, ഒരു സമയത്തിൽ, ഒരു സ്ഥലത്തും കേന്ദ്രീകരിക്കുന്നതല്ല ശരിക്കും. കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയിട്ടുള്ള നോവൽ നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും അത് പഴഞ്ചനായിട്ട് തോന്നാത്തത്. മലയാളത്തിലെ പല നോവലുകളും നമുക്ക് അത് കാലഹരണപ്പെട്ടതായിട്ട് തോന്നും. ഒരു പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള നോവലുകൾ, വ്യവസ്ഥിതി, ഇപ്പൊ മരുമക്കത്തായ വ്യവസ്ഥിതിയുടെ കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള നോവലുകൾ, അല്ലെങ്കിൽ ഇപ്പൊ തകഴിയുടെ തോട്ടിയുടെ മകൻ പോലുള്ള നോവലുകൾ, രണ്ടിടങ്ങഴി പോലുള്ള നോവലുകൾ, അതൊക്കെ നമുക്ക് ഇപ്പോഴും വായിക്കുമ്പോൾ ഇതൊക്കെ ചരിത്രത്തിലെ ഒരു ഘട്ടമാണ് ശരി, പക്ഷെ ആ ഘട്ടങ്ങളൊക്കെ കാലഹരണപ്പെട്ടതായിട്ട് നമുക്ക് തോന്നും. ഇന്നത്തെ ഒരു കാലത്തേക്ക് അന്ന് എഴുതപ്പെട്ട നോവല് നമ്മൾ ഇന്നത്തെ കാലത്ത് വായിക്കുമ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ഇതായിട്ട് നമുക്കത് വായിക്കാമല്ലോ എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് ഈ ഒരു കാലനിർണയം അതിന് ബാധകമല്ല, കാലബദ്ധമല്ല എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. അപ്പൊ ആ നിലക്കാണ് അത് ഇപ്പോഴും പുതിയ വായനക്കാർ അത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചു തുടങ്ങിക്കോ അനു. ശരി ടീച്ചർ. സാർ ഒന്നിലധികം തവണ വായിക്കുകയും ആഴ്ചകൾ തോറുമുള്ള ക്ലാസ് ചർച്ചകളിൽ വിലയിരുത്തുകയും വിമർശനങ്ങൾക്കും അതുപോലെ വിലയിരുത്തലുകൾക്കും വിധേയമാക്കപ്പെട്ട ഒരു നോവലാണ് ആയുസിന്റെ പുസ്തകം. പ്രമേയത്തിലും ആവിഷ്കരണത്തിലും യാതൊരു വിധത്തിലുമുള്ള ഒരു കാപട്യം കാണാൻ കഴിയില്ല. യുഗയുഗാന്തരങ്ങളായി യുഗയുഗാന്തരങ്ങളിലായി പിറന്ന ഇനിയും പിറക്കാനിരിക്കുന്ന മനുഷ്യായുസുകളുടെ മുഴുവൻ ആത്മവ്യതകളുടെ പുസ്തകമാണ്, അനേക മേഘാഗികളുടെ മാനിഫെസ്റ്റോയാണ് ആയുസിന്റെ പുസ്തകം എന്ന് വിലയിരുത്താനാണ് എനിക്ക് താല്പര്യം. വ്യക്തികളുടെ മനസ്സിന്റെ, ശരീരത്തിന്റെ ശരിതെറ്റുകളെ എങ്ങനെ വിവക്ഷിക്കാം എന്നതിലൂന്നിയ ഒരു ആഖ്യാനമാണ് CV ബാലകൃഷ്ണൻ സാർ നടത്തിയിരിക്കുന്നത്. വാർദ്ധക്യത്തിലെ ഏകാന്തത മൂലം പാപം ചെയ്യുന്ന പൗലോ, തന്റെ മകന്റെ ഒപ്പം ശയിക്കുന്ന, താൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച സാറയെ കൊലപ്പെടുത്തുന്ന തോമ, സഭാവിരുദ്ധമായ രതി അനുഭവങ്ങൾ സ്വീകരിക്കുന്ന യോഹന്നാൻ, തിരുവസ്ത്രത്തെ വഞ്ചിക്കാതെ ആണിക്കൊപ്പം ഇറങ്ങുന്ന കൊച്ചച്ചൻ മാത്യു, പ്രവാചകനെ പോലെ യാക്കോബ്,
എന്നിങ്ങനെ ഓരോ മനുഷ്യനും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ആശാസ്യവും അനാശാസ്യവുമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതെന്ന് പറഞ്ഞു തരുന്ന കഥാപാത്രങ്ങൾ. മനുഷ്യാത്മാവിന്റെ വ്യതകളെ ഉൾക്കൊള്ളുന്ന നിരവധി സന്ദർഭങ്ങൾ നോവലിലുണ്ട്. അവ എടുത്തു പറയാതെ വയ്യ. ദൈവം നമ്മെ ശപിക്കുമെന്ന് ആനി പറയുമ്പോൾ മാപ്പി പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. അതിന് നമ്മൾ എന്തു പാപം ചെയ്തു? സ്നേഹത്തെ കുറ്റമായി കാണാൻ ദൈവം മനുഷ്യനല്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ പെണ്ണെ? സഭയോടുള്ള ഭയം നിമിത്തം സാറയ്ക്ക് വന്നു ചേർന്ന ദുർഗതി സഭാധികാരിയോട് തന്നെ തുറന്നു പറയുന്ന യാക്കോബ്. ഒരു പെണ്ണ് അതിന്റെ ജീവിതം ഒന്നിനും കൊള്ളാത്ത ഒരുത്തന്നെ ഒപ്പം ചിലവിട്ട് കർത്താവിൽ നിദ്ര പ്രാപിച്ചു കഴിഞ്ഞ് എന്തോ നേടാനാ എന്ന യാക്കോബിന്റെ ചോദ്യം. ഒറ്റയ്ക്കാവുമ്പോൾ മരിച്ചതിന് തുല്യമാണെന്ന് പറയുന്ന പൗലോ. സഭയുടെ ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് സമാധാനത്തിന്റെയും രക്ഷയുടെയും തീരത്തടുക്കാൻ കൊതിച്ച യോഹന്നാന്റെ ആത്മകഥം. ഒലിവ് മരങ്ങൾ വളരുന്ന താഴ്വര ഈ മണ്ണിൽ എവിടെയെങ്കിലും കണ്ടേക്കാം, താൻ ഇവിടെ എത്തിച്ചേരില്ല. എന്നിട്ടും മനസ്സ് ഒലിവിലെ സ്വപ്നം കാണുന്നു, അതും ഈ തിരക്കിൽ നിന്നുകൊണ്ട്. മറ്റൊരു സന്ദർഭം സാറയുടെ മുറിയിലെ ചുവർ കണ്ണാടിയുമായി ബന്ധപ്പെട്ടതാണ്. വെളിയിൽ നിന്ന് ഈർപ്പം കടന്നു വന്ന് കണ്ണാടിയെ പൊതിഞ്ഞിരുന്നു. കണ്ണാടി ദുഃഖിക്കുകയായിരുന്നു. അതിനാൽ പതിവിന് വിപരീതമായി സാറയെ സ്വീകരിച്ചില്ല കണ്ണാടി. അവൾ അത് സാവധാനത്തിൽ തുടച്ചു മിനുക്കി. അതിന്റെ ദുഃഖം തീർന്നു. ഇങ്ങനെ ഭാവതീവ്രമായ നിരവധി സന്ദർഭങ്ങൾ ഈ നോവലിലൂടെ കടന്നു പോകുന്നു. ഇതിലെനിക്ക് ചോദിക്കാൻ തോന്നിയത്, ജീവിതത്തിൽ തന്നെ ഭൂതാവിഷ്ടരായി തീർന്ന ഗ്രാമീണരുടെയും അവർ അറിഞ്ഞും അറിയാതെയും സൃഷ്ടിക്കുന്ന കെട്ടുപാടുകളുടെയും കഥ എന്നതിനൊപ്പം ആ അസ്വസ്ഥ ലോകത്തിൽ മനുഷ്യാന്തസ് തേടുന്ന കൗമാരപ്രായക്കാരനായ യോഹന്നാന്റെ പുതിയ അന്വേഷണങ്ങളുടെയും പേരറിയാത്ത വേദനകളുടെയും പരവശതകളുടെയും കൂടി കഥയാണ് ആയുസിന്റെ പുസ്തകമെന്ന് പ്രമുഖ കഥാകൃത്ത് സക്കറിയ വിശേഷിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പേരില്ലാത്ത വേദനകളുടെയും കെട്ടുപാടുകളുടെയും കഥയായി ആയുസിന്റെ പുസ്തകത്തെ വായിക്കാൻ കഴിയുമോ? അങ്ങനെ സാധിച്ചാൽ തന്നെ തുടർന്നുണ്ടായേക്കാവുന്ന വിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള സേഫ് സോണായി ആ വായന മാറില്ലേ? എന്താണ് സാറിന്റെ അഭിപ്രായം? അല്ല, ആ പുസ്തകം വന്ന കാലത്തും അതിനെക്കുറിച്ചിട്ടുള്ള ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചിട്ടും ഈ ക്രൈസ്തവ സഭാ മേധാവികൾ ചില പക്ഷത്ത് നിന്ന് അതിനെ വിമർശിച്ചിരുന്നു. അതിലെ ലൈംഗികതയെ സംബന്ധിച്ചും അതിലെ യാക്കോബിൻ്റെ ചില പൊള്ളുന്ന ചോദ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനകത്ത് ഈ മനുഷ്യാവസ്ഥ എന്നുള്ളതാണ് അതിനകത്ത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് ഒരു പ്രത്യേക മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു അപഗ്രഥനമായിരുന്നെങ്കിൽ തന്നെയും അത് പൊതുവായിട്ട് പറയുമ്പോൾ മനുഷ്യാവസ്ഥയെക്കുറിച്ചാണത്. അത് നമുക്ക് അതിൽ നിന്ന് മതാത്മകത ഒഴിവാക്കി കഴിഞ്ഞാലും അതിൽ മനുഷ്യാവസ്ഥ എന്നത് അവിടെ ബാക്കിയുണ്ട്. അപ്പം അത് മനുഷ്യർ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഈ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതിൽ നിന്ന് ഈ ചില ജീവിതങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു പോകുന്നു. തെറ്റിദ്ധരിച്ച് ഈ വളരെ വ്യസന സങ്കുലമായിട്ട് മാറുന്നു. അപ്പം അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കീ വേർഡ് എന്ന് പറയുന്നത് വ്യസനമാണ്. അത് ബൈബിളിലുള്ളതാണ്. വ്യസനം എന്ന് പറയുന്നത് ബൈബിളിൽ ഉള്ളതാണ്. പ്രത്യേകിച്ചും യോബിൻ്റെ പുസ്തകത്തിൽ, ബുക്ക് ഓഫ് ജോബിൽ പറയുന്നത് എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയെങ്കിൽ എന്നൊക്കെയുള്ളത്. അപ്പം മനുഷ്യർ ഇങ്ങനെ വ്യസനത്തിന് വേണ്ടി ജനിച്ചവരാണോ, വ്യസനിക്കാൻ ജനിച്ചവരാണോ? മനുഷ്യർ ആ ഒരു അനുഭവത്തിന് വേണ്ടിയാണോ ഭൂമിയിലേക്ക് വരുന്നത്? ആ വ്യസനത്തിൻ്റെ തീവ്രത എത്രത്തോളം ആയിത്തീരുന്നു? അതിൽ മനുഷ്യരുടെ സംഭാവന എത്രയാണ്? അതിൽ മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുടെ സംഭാവന എത്രയാണ്? മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങളുടെ സംഭാവന എത്രത്താണ്? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഈ വിലയിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനി അടുത്ത ആൾ ചോദിച്ചോളൂ. നമസ്കാരം സാർ, നമസ്കാരം. എൻ്റെ പേര് ആശ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ നോവലിന്റെ ആമുഖമായിട്ട് സാർ 1979 ക്രിസ്മസ് രാത്രിയിൽ കൊൽക്കത്തയിലെ പ്രശസ്തമായ സെന്റ് പോൾസ് കത്തീഡ്രലിൽ അനേകം പേരുടെ വിലപ്പാടുകൾ പതിഞ്ഞ ഒരു പഴയ ബൈബിൾ കയ്യിലെടുത്തതിനെ തുടർന്നുണ്ടായ ഓർമ്മകൾക്കൊപ്പമാണ് ആയുസിന്റെ പുസ്തകം ഒരാശയമായി തന്റെ മനസ്സിൽ രൂപപ്പെട്ടതെന്ന് പറയുന്നുണ്ടല്ലോ. ആ സംഭവം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? സാറിന്റെ സംസാരത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടി. ഏതാണ് ആ സാറാ ബൈബിൾ എടുത്തില്ലേ സംഭവം, അത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? അത് ഞാൻ 79 ഡിസംബറിൽ ആണ് കൽക്കട്ടയിൽ പോയത് ആദ്യം. അപ്പോൾ ഡിസംബറിൽ ക്രിസ്മസിന്റെ അന്ന് രാത്രിയിൽ ഉള്ള ഒരു അനുഭവം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചൗരങ്കിയിൽ ഞാൻ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു റോഡിൽ നിന്ന് ഒരുപാട് പേര് രാത്രിയിൽ പാടിക്കൊണ്ട് വരുന്നു. അപ്പം അവരുടെ പാട്ടിൻ്റെ ഒപ്പം ഞാനും സഞ്ചരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് ഞാൻ ഈ ഭദ്രാസന പള്ളിയിലേക്ക് പോയത്. സെൻറ്റ് പോൾസ് കത്തീഡ്രൽ എന്ന് പറയുന്ന അവിടുത്തെ വളരെ പ്രാചീനമായിട്ടുള്ള ഭദ്രാസന പള്ളിയാണ്. ആ പള്ളിക്കകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഡെസ്കിന് മേലെ കുറേ ബൈബിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ജനലുകളിലൂടെ കാറ്റ് വന്ന് അതിൻ്റെ താളുകൾ ഇങ്ങനെ മറിഞ്ഞിരുന്നുണ്ട്. അത് മിക്കത് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് ആകെ പരമമായൊരു നിശബ്ദതയായിരുന്നു. ഈ കാറ്റിൽ ഇതിൻ്റെ താളുകൾ ഇങ്ങനെ ചലിക്കുന്ന ഒരു വളരെ മൃദുവായിട്ടുള്ള ഒരു രവം മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഡെസ്കിനടുത്തിരുന്ന ആൾക്കാരുടെ മുന്നിലായിട്ട് എന്നിട്ടൊരു അതിലൊരു പേജ് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് വായിച്ചതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അത് വായിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പരിചിതമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ അപ്പാട് ഓർമ്മ വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ച് വരികയാണ്. അത് ഈ ബൈബിളിൽ പലയിടത്തുമുള്ള ഈ ദിവ്യാത്ഭുത പ്രവൃത്തികൾ, മിറക്കിൾ എന്ന് പറയാവുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ പിന്നീട് അത് കണ്ടിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ പള്ളിയിൽ ഞാൻ പോകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ കൊൽക്കത്തയിൽ ഞാൻ ആദ്യം പോകുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു നോവൽ എഴുതാൻ ഞാൻ ആലോചിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ആശയം മനസ്സിലില്ല. നോവൽ എഴുതണമെന്നേ ആലോചിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു നോവലിൻ്റെ ഒരു ആശയം വരുന്നു, ഒരു കഥാപാത്രം വരുന്നു മനസ്സിലേക്ക്. അതിൽ ചില കഥാസന്ദർഭങ്ങൾ വരുന്നു. ഒരു ലോകം, പരിചിതമായിട്ടുള്ള ഒരു ലോകം, പക്ഷെ അത് മറന്നു കിടന്നത് പോലുള്ള ഒരു ലോകം പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു വിചിത്രമായ അനുഭവമായിരുന്നു. അതേ തുടർന്നാണ് അത് എഴുതാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിൽ ഇരുന്ന് അവിടുത്തെ വിക്ടോറിയ ടെർമിനലിൻ്റെ പുറത്തുള്ള മൈതാനത്തിലിരുന്ന് പോയിക്കൊണ്ടിരുന്ന ട്രാമുകളിലിരുന്ന് ഒക്കെയാണ് ഞാൻ അതിൻ്റെ നോട്ടുകൾ കുറിച്ചിരുന്നത്. പിന്നെ കൽക്കത്തയിൽ നിന്ന് വന്നതിന് ശേഷം അത് തുടർച്ചയായിട്ട് എഴുതാൻ വേണ്ടി തുടങ്ങി. പിന്നെ അടുത്ത വർഷം വീണ്ടും ഞാൻ കൽക്കത്തയിലേക്ക് പോവുകയുണ്ടായി, അടുത്ത വർഷം. അപ്പം ഈ 2 വർഷം കൊണ്ടാണ് നോവൽ എഴുതി തീർത്തത്. 83 ആണത് പ്രസിദ്ധീകരിക്കുന്നത്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ, 83 ഏപ്രിൽ തൊട്ട്. നമസ്കാരം സാർ. ഏകായികളുടെ വ്യസനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മനുഷ്യജീവിതത്തിന്റെ അതിസൂക്ഷ്മ വൈകാരിക തലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന നോവലാണ് ആയുസിന്റെ പുസ്തകം. മനുഷ്യവിധിയുടെയും മനുഷ്യ അന്തസ്സിന്റെയും അവസാനമില്ലാത്ത സത്യാന്വേഷണമാണ് ആയുസിന്റെ പുസ്തകമെന്ന് സക്രെ വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ മനുഷ്യജീവിതത്തിന്റെ ഋതുഭേദങ്ങളെ അടയാളപ്പെടുത്തുന്ന നോവൽ കൂടിയാണിത്. എനിക്കിതിൽ നിന്ന് ചോദിക്കാനുള്ളത്, നോവലില് ഉടനീളം ഏകാന്തതയാണ് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ഇടയായത്? അത് ഞാൻ ആ സമയത്ത് വളരെ ഏകാഗിയായിരുന്നു, ഇപ്പോഴും അതെ. പക്ഷേ ഈ ബാല്യം തൊട്ട് തന്നെ എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള തീവ്രമായ അനുഭവം ഏകാന്തതയാണ്. വളരെ ഒറ്റയ്ക്കായിരുന്നു. ആകെ കൂടി ഉണ്ടായിരുന്ന കൂട്ടെന്ന് പറയുന്ന പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ ഈ ഏകാന്തതയുടെ ഒരു അനുഭവം
ഇതിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ കഥാപാത്രത്തിലേക്ക്. അതുകൊണ്ട് തന്നെ അത് എഴുതുമ്പോൾ പലപ്പോഴും ഇത് എൻ്റെ ആത്മാംശമാണ് ഈ കഥാപാത്രത്തിൽ യോഹന്നാനിൽ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു. അതിലെ കഥയുടെ ഒരു ഗതിയുമായിട്ട് എനിക്ക് അങ്ങനെ ബന്ധമുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റുകയില്ല. പക്ഷെ ഈ കഥാപാത്രത്തിൻ്റെ ഈ ആത്മകഥയുമായി എനിക്ക് ബന്ധമുണ്ട്. കാരണം ആ സമയത്ത് ഞാൻ അനുഭവിച്ചിരുന്ന ഒരു ഏകാന്തതയുണ്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ആ ഒരു ഗ്രാമ പശ്ചാത്തലമുണ്ട്. ഒരുപാട് കുന്നുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റിലും കുന്നുകളാണ്. ഒരുപാട് കുന്നുകൾ, പല ആകാരത്തിലുള്ള കുന്നുകൾ. ആ കുന്നുകളുടെ നടുവിലുള്ള ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ ഒരു സന്ധ്യയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ വഴിയിൽ നിൽക്കേ, മരങ്ങളുടെ ഇടയിലോ ഒക്കെ ആയിട്ട് നിൽക്കേ, നമ്മൾ ഭൂമിയിൽ നമ്മൾ അത്രയും ഒറ്റപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നു. അപ്പം അതൊരു തുടർച്ചയായിരുന്നു, എനിക്ക് ബാല്യത്തിൽ നിന്ന് ഉള്ള ഒരു തുടർച്ചയായിരുന്നു. അപ്പം അതുകൊണ്ടാണത് പിന്നെ ഏകാന്തതയെക്കുറിച്ച് അങ്ങനെ കുറച്ചുകൂടി തീവ്രമായിട്ട് എഴുതാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ വളരെ കൂട്ടുകൂടി നടക്കുകയും ഉല്ലസിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ഒരു വികാരം മനസ്സിൽ ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ ആ നിലക്ക് അത് വളരെ വ്യക്തിഗതമാണ് എന്ന് പറയാം. നന്ദി സാർ. അടുത്ത ആള് ചോദിച്ചോളൂ ക്വസ്റ്റ്യൻ. നമസ്കാരം സാർ. ക്ഷമിക്കുന്ന സാർ, വീട് അപർണ ചോദിച്ചോളൂ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, കഥയില് നമുക്ക് അചേതനമായ വസ്തുക്കളിലൂടെ ഒരുപാട് സന്ദർഭങ്ങളില് മനുഷ്യ ജീവിതത്തെ സാമ്യപ്പെടുത്താനായിട്ട് കേൾക്കുന്നില്ലല്ലോ ശരിക്കും. കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാമോ? കേൾക്കാം അപർണ, ചോദിച്ചോ കേൾക്കാം. അതായത് നമ്മുടെ കഥയില് ഒരുപാട് സാഹചര്യങ്ങളില് അചേതനമായ വസ്തുക്കളിൽ കൂടി കഥയിലെ ഓരോ കഥാപാത്രത്തിന്റെ അവസ്ഥകൾ ചിത്രീകരിക്കാൻ സാറ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ഇപ്രകാരം അചേതനമായ വസ്തുക്കളിലൂടെ ഇങ്ങനെ മനുഷ്യ ജീവിതത്തെ സാമ്യപ്പെടുത്തുന്നത് പ്രകൃതിയും മനുഷ്യനും രണ്ടല്ല ഒന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രകൃതി, അതിനകത്ത് പ്രകൃതി ഒരുപാടുണ്ട്. കാരണം മനുഷ്യരും പ്രകൃതിയും രണ്ടല്ല എന്ന നിലക്കാണ് അതിൽ പരിചരിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്ത് ഇപ്പോൾ കുന്നുകളുണ്ട്. കുന്നുകൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതായത് ഒരു തൊട്ടടുത്ത ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് തൊട്ടടുത്ത കുന്ന്. അതേപോലെ അതിലുള്ള നദി, പാറകൾ, കാടുകൾ, വൃക്ഷങ്ങൾ, ഇതര ജീവജാലങ്ങൾ, ഇപ്പോൾ പന്നികളും പക്ഷികളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഒരു ലോകമാണ് അതിനകത്ത് ആവിഷ്കൃതമാകുന്നത്. അതിൽ പിന്നെ ഒരു ഒരു പന്നി അതിലെ കഥാപാത്രത്തിൻ്റെ തോമയുടെയാണെന്ന് തോന്നുന്നു, കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ മരങ്ങൾ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. മനുഷ്യര് അതിലുള്ള രണ്ട് കഥാപാത്രങ്ങൾ ഇലകൾ പറിച്ചിട്ട് ആഹ്ലാദിക്കുന്നുണ്ട്. അപ്പൊ ഇത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ചേർച്ച അതിനകത്ത് ഉടനീളം ഉള്ളതാണ്. അതിൽ നിന്ന് അതിനെ വേർതിരിച്ചിട്ട് കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രകൃതിയിലാണ് ആ കഥ നടക്കുന്നത്. ശരിക്കും പിന്നെ വല്ല ഓരോ കാര്യങ്ങളും, ഇപ്പൊ മഴ, മഞ്ഞ്, വെയില്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെ കലരുന്നു എന്നുള്ളത്. നന്ദി സാർ. അടുത്ത ആള് ചോദിച്ചോളൂ. നമസ്കാരം സാർ.
ഏകമായ ഒരു പ്രമേയത്തിനപ്പുറം ഒത്തിരി പ്രമേയങ്ങളായിട്ട് ഉള്ളിൽ പിരിഞ്ഞു നിൽക്കുന്ന ഒരു നോവലാണ് ആയുസിന്റെ പുസ്തകം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു പ്രമേയത്തിലേക്ക് ചൂണ്ടി നിൽക്കുന്ന കഥാപാത്രമാണ് മാത്യു എന്ന് പറയുന്നത്. വൈദിക വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചും ലൗകിക ജീവിതത്തോടുള്ള മനുഷ്യന്റെ നൈസർഗികമായ ഒരു തൃഷ്ണയെക്കുറിച്ചും സെലിബസിയുടെ അപ്രായോഗികതയെക്കുറിച്ചുമൊക്കെ വാചാലനാകുന്ന ഒരു കഥാപാത്രമാണ് മാത്യു. സമകാലിക പരിസ്ഥിതിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ കഥാപാത്രത്തിന്റെ ദർശനങ്ങൾക്ക് മിഴിവേറുന്നുണ്ട്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു വീക്ഷണ പാഠവും ആ കഥാപാത്രത്തിന്റെ ആശയങ്ങളിലുണ്ടെന്ന് നമുക്ക് വായിക്കുമ്പോൾ തോന്നാറുണ്ട്. അത്തരത്തിലൊരു പ്രസക്തമായ പ്രമേയത്തെ കൂടെ സൂചിപ്പിച്ചു പോകാൻ പ്രേരിപ്പിച്ച എന്തെങ്കിലും സാമൂഹിക സാഹചര്യങ്ങൾ രചനാകാലത്ത് നിലനിന്നിരുന്നോ സാർ? ഇല്ല, ഞാനും ഇപ്പൊ മാത്യു അതിലെ കൊച്ചച്ഛനാണ്. ഈ നമ്മളിപ്പം മാറിയ ഒരു സാഹചര്യത്തിനെ കുറിച്ച് ഇപ്പോൾ കുട്ടി സൂചിപ്പിച്ചല്ലോ. നമ്മൾ വൈദികരെ കുറിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്നു. ചില വൈദികർ പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്നതിന് പകരം ജയിലിൽ കഴിയുകയാണ്, കേസുകൾ നേരിടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചിത്രീകരിച്ചത് തൻ്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് അതിനെ ത്യജിച്ച് സ്നേഹത്തിന് വേണ്ടി അതിനെ ത്യജിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. വൈദിക വിദ്യാർത്ഥിയായിരുന്നു, വൈദികനായിട്ട് വരികയാണ്, കൊച്ചച്ഛനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അയാൾക്ക് ആനിയോട് സ്നേഹം തോന്നിയപ്പോൾ ആ സ്നേഹം ആണ് കുറെ കൂടി മൂല്യവത്തായത് എന്ന് തോന്നിയിട്ട് സഭാവസ്ത്രം ഊരിയിട്ട് പോവുകയാണ്. തീരെ അരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് അവർ പോകുന്നത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ വളരെ സുരക്ഷിതമായൊരു അവസ്ഥയിൽ നിന്ന് അവിടെ പള്ളിമേടയുണ്ട്, അവിടെ ഭക്ഷണമുണ്ട്, ശമ്പളമുണ്ട്, ആരാധിക്കാൻ ആൾക്കാരുണ്ട്, ഇതിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് അവർ പോകുന്നത് അനിശ്ചിതത്വങ്ങളുടെ ഇടയിലേക്കാണ്. എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ നയിക്കും, എന്തായിരിക്കും ഈ ഒരു ഇടവകയുടെ ഇത്തിരിവട്ടത്തിന് വെളിയിൽ അവരെ കാത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ആശങ്ക സത്യത്തിൽ അത് എഴുതുമ്പോഴേ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ മാത്യു എന്ന് പറയുന്ന കഥാപാത്രത്തിന് വളരെ സ്നേഹവായ്പോടുകൂടിയാണ് ഞാൻ യാത്ര അയച്ചത്. അവര് ബസ്സിൽ പോകുന്നിടത്താണ് അത് അവസാനിക്കുന്നത്. അതിനുശേഷം അനിയിൽ നിന്നൊരു കത്ത് യോഹന്നാന് വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ എന്താണ്, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. അവരുടെ വിധി എന്താണ് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉത്കൃഷ്ടത, അതിൻ്റെ ഒരു ഉദാത്ത ഭാവം, അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു കഥാപാത്രം എന്ന നിലയിലാണ് മാത്യുവിനെ സങ്കല്പിച്ചത്. അത് പിന്നെ നമ്മുടെ ബൈബിളിലെ ഉത്തമ ഗീതത്തിൻ്റെയൊക്കെ ഒരു ഛായ ആ ഭാഗത്ത് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും. കാരണം അതൊരു പ്രണയമാണ്. ആ പ്രണയം ഈ മനുഷ്യനെ എത്രത്തോളം കരുത്തനാക്കുന്നു എന്ന്, അതാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത്, എത്രത്തോളം സ്വതന്ത്രനാക്കുന്നു എന്ന്. അപ്പോൾ മാത്യു ഒരുപാട് കെട്ടുപാടുകളുടെ നടുവിലാണ്. ഒരു സഭയുണ്ട്, അദ്ദേഹത്തിന് മുകളിലായിട്ട് ഒരു വികാരി അച്ഛനുണ്ട്, അതിനപ്പുറം വലിയ ഒരു അധികാര സ്ഥാപനം ഉണ്ട്. പക്ഷെ അതിനെ മുഴുവനും ത്യജിക്കാൻ മാത്യു തയ്യാറാകുന്നു തൻ്റെ സ്നേഹത്തിന് വേണ്ടി. അതൊരു വലിയൊരു സന്ദേശം അതിനകത്ത് ആ കഥാപാത്രത്തിലൂടെ പറയുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി സാർ. നമസ്കാരം സാർ. സാർ സ്നേഹത്തിന് വേണ്ടി പോകുന്ന മാത്യുവിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ. 100-ലധികം കോടി ബൈബിൾ വർഷം തോറും വിറ്റഴിയുന്നുണ്ടെങ്കിലും ലോകമെങ്ങ് ആക്രമണങ്ങളും രക്തചൊരിച്ചിലും വർദ്ധിക്കുന്നു. മാത്യുവും വികാരിയച്ഛനും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ പറയുന്നതാണ്. അതായത് മതഗ്രന്ഥങ്ങൾക്ക് മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാകുന്നില്ല എന്ന് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. നോവലിലുടനീളം ഈ പാപത്തെ കുറിച്ചുള്ള ബോധമല്ലേ നിലനിൽക്കുന്നത്? പാപം ഈ ക്രൈസ്തവ
വിശ്വാസം അനുസരിച്ചിട്ട് അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിറവിനാൾ തൊട്ട് കലരുന്നതാണ്. അതുകൊണ്ടാണ് പിന്നെ ഈ പാപത്തെക്കുറിച്ച് എപ്പോഴുമുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊക്കെ പറയുന്ന പോലുള്ള ഈ പരാമർശങ്ങൾ. ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് യേശു പറയുമ്പോൾ എല്ലാവരും പാപികളാണ്. അപ്പൊ ഈ അത് ആദ്യ പാപവുമാണ്. ഈ ഏദനിലത്തെ പാപമാണ് മനുഷ്യരെ പിന്തുടരുന്നത് എന്ന് പറയുന്നു. അത് നമ്മുടെ ഈ പള്ളിയിൽ നിന്ന്, അൾത്താരയിൽ നിന്ന് പുരോഹിതര് വീണ്ടും വീണ്ടും അത് പറയുന്നു. അതുകൊണ്ട് ഈ പാപം ചെയ്യാത്ത, അങ്ങനെ വിശേഷാൽ പാപമൊന്നും ചെയ്യാത്ത ചെറിയ കുട്ടികളും പിന്നെ ഈ സഭാവസ്ത്രം ധരിച്ചിട്ടുള്ള കന്യാസ്ത്രീകളും ഒക്കെ ഈ പാപികളായ ഞങ്ങളെ എന്ന് പിന്നെയും പിന്നെയും ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കതിൽ വലിയൊരു വൈരുദ്ധ്യം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അക്കാലത്ത് പലപ്പോഴും പിന്നെ ഈ കുർബാനകളിൽ സംബന്ധിക്കാറുണ്ടായിരുന്നു. ബൈബിൾ വായിക്കുന്നുണ്ട്, കുർബാനകളിൽ സംബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പദവും അതിനെ ചൂടുന്നുള്ള ഒരു വിശ്വാസവും അത് മനുഷ്യന്റെ മേലുള്ള ഒരു അതിക്രമമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് പാപം, ആരാണ് പാപി എന്നുള്ള ഒരു ചോദ്യം അതിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് മാത്യുവിലേക്ക് വരുന്നത് വളരെ പതുക്കെയാണ്. ഇപ്പൊ യാക്കോബിന്റെ ചോദ്യങ്ങളിലൂടെ, ഒരു ആത്മവിമർശനത്തിലൂടെ ഒക്കെയാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള ചിലരെങ്കിലും വൈദിക വിദ്യാർത്ഥികളായിട്ട് 7-8 വർഷമൊക്കെ പഠിച്ചതിന് ശേഷം സെമിനാരി വിട്ടു പോന്നിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ സെമിനാരിയിൽ പഠനം കഴിഞ്ഞിറങ്ങിയിട്ട് വൈദികരായതിന് ശേഷം വൈദിക വൃത്തി ഉപേക്ഷിച്ച് പോയവരുണ്ട്. ഇത് പോയവരൊന്നും കുറ്റം ചെയ്ത ആൾക്കാരല്ല. എനിക്ക് പരിചയമുള്ളവര്, എൻ്റെ കാലത്തുണ്ടായിരുന്നവര് കുറ്റവാളികളല്ല ഇവരാരും. അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ലൈംഗിക കുറ്റങ്ങൾ ചെയ്തിട്ട് പോയിട്ടുള്ള ആൾക്കാരല്ല. അപ്പൊ അവരുടെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. വൈദികനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, വൈദികനാവും പഠിച്ചുകൊണ്ടിരിക്കുക, സെമിനാരിയിലായി ഇരിക്കുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ആകർഷണമായിട്ട് നക്സലൈറ്റായിട്ട് മാറിയിട്ടുള്ള ഒരു സുഹൃത്ത് എനിക്ക് ഉണ്ട്. അയാൾ എപ്പോഴും ഉണ്ട്. അയാളത് 7 വർഷം കഴിഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ച് വന്നിട്ട് പിന്നീട് ഈ ഇടതുപക്ഷ തീവ്രവാദത്തിന്റെ ഒരു ആളായിട്ട് മാറുകയാണ് ചെയ്തത്, എഴുത്തുകാരനൊക്കെ ആയിട്ട് മാറി. അപ്പൊ അങ്ങനെ വിശ്വാസത്തിൻ്റെതായ ഒരു പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രത്യേക പദം, ആ പദം അതിൻ്റെ ഒരു വിശ്വാസവും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആരാണ് പാപി, എന്താണ് പാപം എന്നുള്ളത്. അത് പാപത്തെ നമ്മൾ നിർവചിച്ചിട്ടില്ല. നിർവചിക്കപ്പെടാത്ത ഒരു പാപമാണ് ഈ മനുഷ്യരുടെ മുകളിൽ മുഴുവനും അടിച്ചേൽപ്പിക്കുന്നത്. അതൊരു ഈ ക്രിസ്തു മതത്തിന്റെ ഒരു ലോകത്തെ എമ്പാടും പിന്തുടരുന്ന ഒരു രീതിയായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അത് ആ കാലത്ത് ഓക്കെ. നമസ്കാരം സാർ. എഴുത്തുകാരന്റെ ഏകാന്തമായ ബാല്യവും കൗമാരവും ഓർമ്മിച്ചുകൊണ്ട് അക്ഷമരായ കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ആയുസിന്റെ പുസ്തകം. വലിയൊരളവിൽ കേരളത്തിലെ എല്ലാ കുട്ടികളെയും യുവതിയുവാക്കളെയും ആയുസം പോലെ ചെയ്യുന്നുമുണ്ട്. ഭൗതിക ലോക സാഹചര്യങ്ങൾ എത്ര മാറി മറിഞ്ഞാലും എല്ലാ കാലത്തുമുള്ള കുട്ടികളുടെ ആകുലതകളും ആത്മനിഷ്ഠമായും ആർജവത്തോടെയും ഈ കൃതിയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. എന്റെ ചോദ്യം ഇതാണ്: കൗമാര യൗവനങ്ങളുടെ പുസ്തകമാണ് ഇതെന്ന് പറയുമ്പോൾ എഴുത്തുകാരന്റെ ഏകാന്തമായ ബാല്യവും കൗമാരവും ഓർമ്മിച്ചുകൊണ്ട് അജ്ഞരായ കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ് ആയുസിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കൃതി എന്ന നിലയിൽ രതിയുടെ തുറന്ന ആവിഷ്കാരം നോവൽ സ്വീകരിച്ചത്? ഇത് കുട്ടികളെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ ഇടവരുത്തുകയില്ലേ? കുട്ടികൾക്ക് സമർപ്പിച്ചെന്ന് പറയുമ്പോൾ അത് ഈ ബാലസാഹിത്യ കൃതിയല്ല. അത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരെ രസിപ്പിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഒരു കൃതിയല്ല അത്. ഞാനത് നമ്മൾ ഏകാകികൾ എന്ന് പറഞ്ഞിട്ടാണ് ആ കുറിപ്പ് എഴുതിയത്. അതായത് ഏകാകികളായിട്ടുള്ള ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവിടെയൊക്കെ ഏകാകികളുണ്ടാവും. ആ ഏകാന്തതയുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഏകാന്തത എന്ന് പറയുന്നത് ഒരു മനുഷ്യാവസ്ഥയാണ്.
അത് ബാല്യത്തിൽ അറിയുക എന്ന് പറയുന്നത് വലിയ ദൗർഭാഗ്യമാണ്. ബാല്യത്തിൽ സാധാരണഗതിയിൽ കുട്ടികൾ അങ്ങനെ ഏകാഗ്രകളാവാറില്ല. അവർക്ക് വീടുകളിലും ഇത് കിട്ടും, പരിഗണന കിട്ടും, സ്നേഹം കിട്ടും. പക്ഷെ ഇത് എൻ്റെ ഒരു സാഹചര്യം അങ്ങനെ ആയിരുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ഗൃഹാതുരത്വത്തോടുകൂടി ഇപ്പോഴും പറയാൻ വേണ്ടിയൊന്നും ഉദ്ദേശിക്കുന്നില്ല. അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അങ്ങനെ വലിയ സ്നേഹമൊന്നും അറിയാത്ത ഒരു കുട്ടി, വീട് വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. ആ വീട് വിട്ടു പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സമൂഹമാണ്. ഈ സമൂഹം നമ്മളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ആ സമൂഹത്തിലും നമ്മൾ ഒറ്റപ്പെടുകയും ഈ ഏകാന്തത കുറെ കൂടി തീവ്രമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെ അനുഭവങ്ങളിലുള്ളതാണ്. എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ആ നിലയ്ക്ക് അത് അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് എല്ലാവർക്കും സാത്മ്യപ്പെടാൻ കഴിയണമെന്നില്ല. ശരിക്കും അത് അറിഞ്ഞവർക്കാണത് ബോധ്യമാവുക. താങ്ക് യു സർ. നോവലിലെ ചില കഥാസന്ദർഭങ്ങൾ മുൻനിർത്തിയാണ് എന്റെ ചോദ്യം. ഞാൻ എന്നെ തന്നെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഒരു കുമ്പസാരമെന്ന തോമ. മരിച്ചവരുടെ തിരുനാളിൽ മരിച്ചവരോ അവരുടെ ജീവിച്ചിരിക്കുന്നവരോ ഓർമ്മിക്കപ്പെടുന്നില്ല എന്ന് യോഹന്നാൻ. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു വെളുത്ത പ്രാവ് യോഹന്നാന്റെ മേൽ പറന്നിറങ്ങി. അത് അവന്റെ ഉടലിൽ എങ്ങും ചിറകുരുങ്ങി. ആ ചിറകുകളുടെ ചൂടിൽ അവൻ സ്വയം ഉടൽ തൊട്ടറിഞ്ഞു. ഇങ്ങനെ സഭ അവതരിപ്പിക്കുന്ന നിയമസംഹിതകളെ, ആചാരാനുഷ്ഠാനങ്ങളെ, പെരുന്നാൾ ആൾക്കൂട്ടത്തെ എല്ലാം ശക്തമായി എതിർത്തുകൊണ്ട് അവതരിപ്പിക്കുന്നു. എന്താണ് ഇങ്ങനെ ഒരു എതിർപ്പിന് പിന്നിലെ പ്രേരണ? അങ്ങനെ ഒരു അതിന് സഭയെ എതിർക്കുക എന്നുള്ള ഒന്നല്ല അതിനകത്ത് ചെയ്തിട്ടുള്ള കാര്യം. ഇപ്പോൾ ബൈബിള് വായിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, നമ്മൾ മനസ്സിലാക്കിയ ക്രൈസ്തവതയെ മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ബൈബിൾ എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്ന ഒരു മതഗ്രന്ഥമായിട്ടല്ല. അത് ലോകത്തിലെ ഏറ്റവും മഹത്തായ സാഹിത്യ കൃതികളിൽ ഒന്നായിട്ടാണ് ഞാൻ അതിനെ പരിഗണിക്കുന്നത്. അതിലെ ഭാഷയും അതിലെ ജീവിത വൈചിത്ര്യങ്ങളും അതിൻ്റെ ആഖ്യാന ഘടനയും. അത് D.H. ലോറൻസ് ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് എ നെവർ എൻഡിങ് ബുക്ക് എന്നാണ്. ഒരിക്കലും അവസാനിക്കാത്തൊരു പുസ്തകം. അതാണ് ബൈബിൾ. അത് ഉണ്ടായ കാലം തൊട്ട് പിന്നീട് ഇങ്ങനെ പഴയ നിയമം ഉണ്ടായി, അതിനകത്ത് പുതിയ നിയമങ്ങൾ ചേർന്നു, നടപടികൾ ചേർന്നു, പലതും ചേർന്ന് അതിൻ്റെ കൂടെ ചേരുന്നതാണ് ആയുസിൻ്റെ പുസ്തകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയാണ്, അത് ജീവിതത്തിൻ്റെ തുടർച്ചയാണ്. അപ്പം ഈ വിമർശനങ്ങൾ അതിനകത്തുമുണ്ട്, ബൈബിളിനകത്ത് വിമർശനമുണ്ട്. ക്രിസ്തു നടത്തിയിട്ടുള്ളത് വലിയ വിമർശനമാണ്. ഈ അന്നുണ്ടായിരുന്ന അധികാര ഘടനയോട് കലഹിച്ച ആളാണ് ക്രിസ്തു. അതിനെ മുഴുവൻ അദ്ദേഹം നിരാകരിച്ചു. അന്നത്തെ ഒരു ജീവിത വ്യവസ്ഥയോട് കലഹിച്ച ആളാണ്. അതിനെ മാറ്റി തീർക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. അതിനുവേണ്ടി മരണം വരിച്ച ആളാണ്. അപ്പൊ അത് നമ്മൾ ആലോചിക്കണത് അതാണ്. ഈ ബൈബിളിന്റെ സത്ത എന്ന് പറയുന്നത് അതാണ്. പ്രത്യേകിച്ചും പുതിയ നിയമത്തിന്റെ സത്ത എന്ന് പറയുന്നത് അതാണ്. ഇതിനെ അംഗീകരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ക്രിസ്തു അതിനെ മുഴുവനും നിഷേധിക്കുകയോ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പിന്നെയും വന്നു. ഈ സഭ എന്ന് പറയുന്ന വളരെ സ്ഥാപനവൽകൃതമായി തീർന്നു, വലിയൊരു അധികാര ശക്തിയായി തീർന്നു, വലിയൊരു മൂലധന ശക്തിയായിട്ട് തീർന്നു. ആ ഒരു സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ പാവം മനുഷ്യരെ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള യാതനകൾ, വ്യസനങ്ങൾ, അതിതീവ്രങ്ങളായിട്ടുള്ള സങ്കടങ്ങൾ, ഇതൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. അവരുടെയൊക്കെ ഒപ്പം ആരെങ്കിലും വേണ്ടേ? ശരിയാണ് സാർ. എന്റെ മറ്റൊരു ചോദ്യം, ആയുസിന്റെ പുസ്തകത്തിൽ മനുഷ്യ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ പ്രാധാന്യം പുണ്യപുരുഷങ്ങൾക്കും സാറയുടെ വീട്ടിലെ കണ്ണാടിക്കുള്ളതായി കാണാം. ആയുസിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ രണ്ട് പ്രതീകങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ?
അതെ, അതിനകത്ത് എല്ലാം ഉണ്ട്. മനുഷ്യർക്കൊപ്പം തന്നെ അത്രയും പ്രാധാന്യത്തിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. നദിയും മലകളും വൃക്ഷങ്ങളും പന്നികളും പറവകളും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു സമ്മിശ്രത ഉണ്ടല്ലോ. അതിന്റെ വർണ്ണങ്ങള്, അതിന്റെ ചലനങ്ങള് എല്ലാം. ഇപ്പം ഒരു മഴ ഇങ്ങനെ കടന്നു വരുന്നു, മഞ്ഞുപാളികൾ ഇങ്ങനെ സഞ്ചരിക്കുന്നു, മനുഷ്യർ സഞ്ചരിക്കുന്നു. ഇത് തമ്മിലുള്ള ഒരു സംലയനമുണ്ട്. അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരും ഈ പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യം. അത് നമ്മൾ വളരെ ബോധപൂർവം ആവിഷ്കരിക്കുന്ന ഈ പരിസ്ഥിതികവാദമൊന്നും അല്ല അത്. ശരിക്കും അതിനൊക്കെ ഉപരിയായിട്ടുള്ള ഒരു പ്രകൃതി മനുഷ്യ ബന്ധമാണ് അതിനകത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് അത്രയും കാലം മുമ്പേ നമ്മുടെ ഒരു പാരിസ്ഥിതിക ദർശനമൊക്കെ ഈ രീതിയിലൊക്കെ വരുന്നതിന് മുമ്പെയാണ് ആ രീതിയിൽ അത് ചെയ്തിട്ടുള്ളത്. ഇതിനെയൊക്കെ നമ്മുടെ ഈ വായുവിനെയും ആകാശത്തെയും നദിയെയും അഗ്നിയെയും ഒക്കെ സഹോദര എന്ന് വിളിക്കുന്ന ഒരു സംസ്കാരം പണ്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പാരസ്പര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാറിന്റെ നോവല് വായിക്കുമ്പോൾ നമുക്കതൊരു കണ്ട പ്രതീതിയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ആ സംഭവം നടന്ന കാര്യം എഴുതി വെച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതിന്റെ ഇത്തരം സാറ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയോ? ആശ പിന്നെ ഹെഡ്ഫോൺ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് സംസാരിക്കണം. ടീച്ചർ ഹെഡ്ഫോൺ ഇല്ല. എക്കോ ആണോ ടീച്ചർ? സാർ, ആയുസിന്റെ പുസ്തകം വായിക്കുമ്പോ നമുക്കത് കണ്ട പ്രതീതിയാണ്. അതൊരു നോവലാണെന്ന് തോന്നില്ല. പകരം എവിടെയോ നടന്ന സംഭവങ്ങള് എഴുതി വെച്ച പോലെ. അതിന് ഉത്തര സാറ് തന്നെ പറഞ്ഞു. സാർ അതൊരു ഒരു സിനിമാറ്റിക് രീതിയിലാണ് എഴുതിയതെന്ന്. അത് പൂർണ്ണമായും വിജയിച്ചു എന്നാണ് വായനക്കാരിയായ എനിക്ക് തോന്നിയത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ് സാർ, ചോദ്യമല്ല. സന്തോഷം, വിജയിച്ചുവെങ്കിൽ സന്തോഷം. പക്ഷെ അത് ഞാൻ അതിന്റെ ഒരു നേരത്തെ പറഞ്ഞതാണ്. അത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള, വളരെ മൂർത്തമായിട്ടുള്ള ബിംബങ്ങളാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത്. അത് സിനിമയുടെ രീതിയാണത്. നമ്മള് കോൺക്രീറ്റ് അല്ലാത്തൊന്ന്, കോൺക്രീറ്റ് ആയ ബിംബങ്ങൾ ആക്കാൻ പറ്റാത്തൊന്ന്, കോൺക്രീറ്റ് ഇമേജസ് ആക്കാൻ പറ്റാത്തത് സിനിമയിൽ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. സിനിമയിൽ നമ്മള് ദൃശ്യവൽക്കരിക്കാൻ പറ്റാത്ത ബിംബങ്ങൾ, ഇപ്പോ അനാദിയായ കാലം തളം കെട്ടിക്കിടന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾ, ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ദുഃഖം പോലെ സാന്ത്വനം പോലെ ഇരുട്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രയോഗങ്ങൾ സിനിമയുടെ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. അപ്പൊ അത് മൂർത്തമായിട്ടുള്ള ബിംബമാക്കി മാറ്റാൻ പറ്റാത്തതാണ്. ഇതിനകത്ത് മൂർത്ത ബിംബങ്ങളാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിലുള്ള ഒരു ദൃശ്യ സംരചന അതിന് തുടക്കം തൊട്ട് എൻ്റെ മനസ്സിൽ ഉണ്ട്. എവിടെയാണ് നമ്മൾ ലോങ് ഷോട്ട് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ക്ലോസ് ഷോട്ട് ഉപയോഗിക്കുന്നത്, എവിടെയാണ് കുറെ കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്ലോസ് അപ്പ് ഉപയോഗിക്കുന്നത്, ഈ സൗണ്ട് ഏതൊക്കെയാണ് അതിനകത്ത് ഒപ്പം ചേർക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത് എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സിനിമയാക്കാൻ വേണ്ടിയിട്ട് എഴുതിയൊരു സാധനമല്ല. പക്ഷെ സിനിമയുടെ ആഖ്യാന രീതി
അതിനകത്ത് പ്രത്യേകിച്ചും യൂറോപ്യൻ സിനിമയുടെ ഒരു ആഖ്യാന രീതി അതിനകത്ത് ഞാൻ വളരെ ബോധപൂർവം പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾക്കത് ഇപ്പം വായിക്കുമ്പോൾ നമ്മൾ അത് ദൃശ്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലേക്ക് വരും. അത് ആ രീതിയിൽ എഴുതപ്പെട്ട ഒരു നോവലാണ്. അത് നോവലല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ആ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു വ്യത്യസ്തമായ രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ്. അപ്പൊ അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ അതില് ഒരു ദൃശ്യ പരമ്പര കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു സമാന്തര പ്രവർത്തനമാണ്. വായനയുടെ ഒപ്പം നടക്കുന്ന ഒരു സമാന്തരമായിട്ടുള്ള പ്രവർത്തനമാണ്. സർ, ആയുസിന്റെ പുസ്തകത്തിലെ ആഖ്യാന ഭാഷ വളരെ പ്രകീർത്തിക്കപ്പെട്ട ഒന്നാണ്. ബൈബിൾ ഭാഷയെന്നും കാവ്യാത്മക ഭാഷയെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ജീവിതത്തിൽ ഒറ്റയൊറ്റ തിരക്കുകളായി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിത താളത്തിന്റെ ഭാഷയും നോവലിൽ കാണും. അപ്പോൾ സമ്മിശ്രമായ ഒരു ഭാഷാ ശൈലി ഉപയോഗിച്ചത് അതെ, അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള ഒരു ഭാഷയാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ബൈബിളിലെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ ബൈബിളിന്റെ ആദ്യത്തെ ഒരു പരിഭാഷയായിട്ടുള്ള സത്യവേദ പുസ്തകത്തിലെ ഉപയോഗിച്ച തരത്തിലുള്ള പ്രയോഗങ്ങളോ ഇതൊക്കെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ അതിനകത്തുള്ള പരാമർശങ്ങളായിട്ട് വരുന്നതാണ്, അവരുടെ മനുഷ്യരുടെ ജീവിതത്തിൽ കലർന്നു വരുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഭാഷ അതിനകത്ത് വരും. നമ്മൾ പ്രയോഗിക്കാത്ത വാക്കുകൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ പ്രയോഗിക്കാത്തതും പക്ഷെ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ടുള്ള വാക്കുകൾ. അതിൻ്റെ കൂടെ കുറെ കൂടി കാവ്യാത്മകമായിട്ടുള്ള ലിറിക്കലായിട്ടുള്ള ഒരു ഭാഷയും കൂടി അതിനകത്ത് ചേർന്നിട്ടുണ്ട്. കാരണം ഈ എല്ലാ വ്യവഹാരങ്ങൾക്കും ഈ ബൈബിളിൻ്റെ ഒരു ഭാഷ നമുക്ക് ആഖ്യാനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയില്ല. അപ്പൊ അതിൻ്റെ ഒരു കലർപ്പ്, പല ഭാഷകളുടെ ഒരു കലർപ്പ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സംഭാഷണങ്ങൾ ഒരുപാട് ചേർത്തിട്ടുണ്ട്, നീണ്ട സംഭാഷണങ്ങൾ ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ആഖ്യാന ഘടനയാണ് നോവലിന് ഉള്ളത്. അത് വളരെ ബോധപൂർവം തന്നെ അത് ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. നന്ദി സർ. നമസ്കാരം സർ. സഭയുടെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും ചട്ടക്കുടിൽ പുരുഷന്റെ കുഞ്ഞാടുകളും ഭോഗവസ്തുക്കളുമായി അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രങ്ങളാണ് ആയുസിന്റെ പുസ്തകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. സാഹിത്യ രചനകളിൽ സ്ത്രീ ജീവിതത്തിന്റെ പൗരുഷ്യം അവതരിപ്പിക്കപ്പെടുമ്പോഴും കാലങ്ങൾക്കിപ്പുറം സഭയുടെയും സമൂഹത്തിന്റെയും സ്ത്രീ മാതൃകകളിൽ നിന്നും ഇന്നത്തെ സ്ത്രീകൾ മോചിതയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതില് ആയുസിന്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള സ്ത്രീകള് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്ത്രീകളാണ്. അവരെ നമ്മൾ ഇന്നത്തെ രീതിയിലുള്ള ഈ സ്ത്രീകളുടെ ആ രീതിയിൽ ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന രീതിയിലുള്ള പരിഗണനകൾ ഉള്ള കഥാപാത്രങ്ങളല്ല അവര്. അപ്പൊ അതിലെ ആനിയും സ്നേഹിക്കുകയും സ്നേഹത്തിന് വേണ്ടിയിട്ട് വീടും പരിസരങ്ങളും അവിടുത്തെ ബന്ധങ്ങളും ഒക്കെ ഉപേക്ഷിക്കുകയും വളരെ ധീരമായിട്ട് ജീവിതത്തെ നേരിടാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യുന്ന പെൺകുട്ടിയാണ്. അപ്പൊ ഒരു വെറും കൗമാരക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി വളരെ ധീരയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് പരിണമിക്കുന്നതാണ് അതിലെ ആനിയുടെ പരിണാമം. യഥാർത്ഥത്തിൽ സാറ എന്ന് പറയുന്ന സ്ത്രീയും അത് തന്നെയാണ്. സാറായോടൊരു
ഒരു തെറ്റ് ചെയ്തു, ദൈവം തെറ്റ് ചെയ്തു എന്നുള്ള മട്ടിലാണ് യാക്കോബ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് മോചിതയാവാൻ വേണ്ടിയിട്ട് സാറ വളരെ ധീരതയോടുകൂടി ഈ തന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരു ആൺകുട്ടിയുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുന്നു. സൗഹൃദം എന്ന് ഞാൻ അതിനെ പറയുന്നുള്ളൂ. അപ്പൊ അതും ധീരമായിട്ടുള്ളൊരു തീരുമാനമാണ്. അതിനകത്ത് ലൈംഗികതയുടെ തുറന്നെഴുത്തോ ഒന്നും അങ്ങനെയൊന്നും അല്ല വരുന്നത്. അത് ഒരു ധീരത പ്രകടിപ്പിക്കുന്നുണ്ട് അതിനകത്തുള്ള. അതിപ്പോ ഇപ്പോഴത്തെ പുതിയ കാലത്തെ സ്ത്രീകൾക്ക് അത് സാധിക്കുന്നുണ്ടോ? പുതിയ കാലത്തെ മനുഷ്യബന്ധങ്ങൾ അങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഈ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് എന്ന്. എന്തായാലും തീർച്ചയായിട്ടും അതിൻ്റെ കാലത്തിൽ നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സാമൂഹികമായ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് എന്നാണ് അവയെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്ദി സർ. നമസ്കാരം സാർ. വിശ്വാസത്തിൽ നിന്നും മനുഷ്യന്റെ ആസക്തികളോടുള്ള ആഭിമുഖ്യത്തെ തടയാനാകില്ല. ബൈബിളും പള്ളിയും അച്ഛന്മാരും നിസ്സഹായരാണ്. അവരെയും ആസക്തികൾ ചൂഴ്ന്നു നിൽക്കുന്നു. ഇത് തീർത്തും ശരിയാണെന്ന് പറയാൻ സാധിക്കുമോ? അത് എനിക്കത് ചോദ്യം വ്യക്തമായില്ല. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അത് ഞാൻ ഇപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ആയുസിന്റെ പുസ്തകം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയതാണ്. അതിനുശേഷം ഞാനത് വായിച്ചിട്ടില്ല. ആയുസിന്റെ പുസ്തകം വായിച്ചിട്ടുള്ളത് 40 വർഷം മുമ്പാണ്. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ഓർമ്മ വെച്ച് മാത്രമാണ്. അതില് എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക പാരഗ്രാഫ് ഗണിക എടുത്ത് വെച്ചാൽ എനിക്കത് എവിടെയാണ് എന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടണമെന്നില്ല. അപ്പൊ ഇതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ജിജിയോ, ആ ചോദ്യം കേട്ടില്ല ശരിക്കും. എന്താണ് ആ ടീച്ചർ ഒന്ന് അത് പറയാമോ? എന്താണ് ജിജി? അതൊന്ന് നിർത്തി പതുക്കെ സംസാരിക്കും. വിശ്വാസത്തിലൊന്നും മനുഷ്യന്റെ ആസക്തികളോടുള്ള ആഭിമുഖ്യത്തെ തടയാനാകില്ല. ഇങ്ങനെ മുറിഞ്ഞു പോയിട്ടാണ്. വിശ്വാസത്തിലൊന്നും മനുഷ്യന്റെ ആസക്തികളോടുള്ള ആഭിമുഖ്യത്തെ തടയാനാകില്ല. ബൈബിളും പള്ളിയും അച്ഛന്മാരും നിസ്സഹായരാണ്. അവരെയും ആസക്തികൾ തിന്നു തിന്നുന്നു. ഇത് തീർത്തും ശരിയാണെന്ന് പറയാൻ സാധിക്കുന്നു. ഇതിപ്പോ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണോ? ഇത് ഞാൻ വായിച്ചതാണ് സാർ. പുസ്തകത്തിനല്ല. അല്ല, പുസ്തകത്തിൽ നിന്നല്ല, ഞാൻ നെറ്റിൽ വായിച്ചതാണോ? ശരി. അതില് എന്താ പറഞ്ഞ, എനിക്ക് അത്ര അത് ആദ്യ ഭാഗം കേൾക്കുന്നില്ല. അത് എന്തോ ആസക്തികള് അതിൽ നിന്ന് ആരും മോചിതരല്ല എന്നാണോ? മുക്തരല്ല എന്നാണോ? എല്ലാവരെയും ആസക്തികൾ ചൂഴ്ന്നു തിന്നുന്നു.
അത് ശരിയാണല്ലോ. ആസക്തികള് ഈ സാധാരണ മനുഷ്യരെ ആസക്തികൾ, പലതരത്തിലുള്ള ആസക്തികൾ മനുഷ്യരെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. മനുഷ്യരെ അവ കീഴ്പ്പെടുത്തുന്നുണ്ട്. നല്ല മനുഷ്യരായിട്ടുള്ള ഒരു ആസക്തികൾ, പലതരം ആസക്തികൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഗുണങ്ങൾ ഇല്ലാതായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അത് മനുഷ്യന്റെ ഒരു നിസ്സഹായതയാണ് യഥാർത്ഥത്തിൽ. അതിൽ നിന്ന് അവരെ രക്ഷിക്കാനൊന്നുമില്ല എന്നുള്ള മട്ടിലാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അത് വാസ്തവമാണ്. നന്ദി സാർ. നമസ്കാരം സാർ. നമസ്കാരം. ഈ നോവൽ ആത്മാവുകളുടെ കലാപമാണെന്ന് പറയാം. ഉടലുണ്ടെങ്കിൽ അതിന്റെ കാമനകളെ തൃപ്തിപ്പെടുത്താനുമാകണം. അങ്ങനെ തൃപ്തി തേടി വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് ദേശാന്തരം നടത്തുന്ന മനസ്സുകളുടെ ആവിഷ്കാരമാണ് ഈ നോവൽ. ഈ അഭിപ്രായത്തോടുള്ള സാറിന്റെ പ്രതികരണം എന്താണ്? ഇല്ല, അതൊരു നബീല, അത് നിരീക്ഷണമാണല്ലോ അതെ സർ. അല്ലേ? നബീലയുടെ നിരീക്ഷണമാണ്. ഞാൻ അതിനോട് അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. ആതിര, എക്കോ ഉള്ളതുകൊണ്ട് അടുത്താൾ ചോദിച്ചോളൂ. സാർ ചാറ്റ് ബോക്സിൽ ചോദ്യമുണ്ട്, എക്കോ ഉള്ളതുകൊണ്ട്. അനു കുറച്ചുകൂടെ ഉറക്കെ പറയാമോ? സാർ നിരഞ്ജനയുടെ ചോദ്യം ചാറ്റ് ബോക്സിൽ കിടപ്പുണ്ട്, എക്കോ ഉള്ളത് കൊണ്ടാണ് ചോദിക്കാത്തത്. നിരഞ്ജനയുടെ ഹലോ ഹലോ, കേക്കാമോ?
മക്കളെല്ലാരും ചോദിച്ചു കഴിഞ്ഞോ? ടീച്ചർ ക്വസ്റ്റ്യൻസ് ഇൻബോക്സിൽ കിടപ്പുണ്ട്. എക്കോ വരുന്നത് കൊണ്ടാണ് ടൈപ്പ് ചെയ്തിട്ടത്. സാറ് സംസാരിക്കുന്നത് മാത്രമേ ഇപ്പൊ ശരിക്കും കേൾക്കുന്നുള്ളൂ അല്ലേ? സാറ് സംസാരിക്കുമ്പോൾ മാത്രം എക്കോ ഇല്ല, ബാക്കി എല്ലാവർക്കും എക്കോയാണ്. അത് വ്യക്തമാവുന്നില്ല ശരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഇതില് ഒരുപാട് അധ്യാപകരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. കുമാർ സാറ്, ആനി തോമസ്, ഞാൻ നേരത്തെ കണ്ടു. സത്യമാഷൊക്കെ ഉണ്ടല്ലോ അവിടെ. സത്യമാഷ്, സത്യമാഷ്, നേരത്തെ കണ്ടു. പക്ഷെ എവിടെ പോയി? സാറിന് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. കുമാർ സാറുണ്ടോ? ആരതി അല്ല ആതിര. ടീച്ചർ നന്ദി പറയാമോ? അല്ല നന്ദി പറയാൻ വേണ്ടിട്ട് അനുവിനെ ക്ഷണിക്കട്ടെ. അപ്പം സാർ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരം പറഞ്ഞു. നമുക്ക് ഈ ആയുസിന്റെ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പം സാറിന് ഔദ്യോഗികപരമായി നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് അനുവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. തിരുവനന്തപുരം സർക്കാർ വനിതാ കലാലയത്തിലെ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന എഴുത്തുകാരനും കൃതിയും എന്ന സംവാദ പരമ്പരയുടെ ഏകാകിയുടെ വ്യസനങ്ങൾക്ക് ആദ്യാവസാനം സാന്നിധ്യം കൊണ്ട് ഊർജം പകർന്ന മലയാള വിഭാഗം അധ്യക്ഷൻ എം സത്യൻ സാറിന് മലയാള വിഭാഗത്തിന്റെയും എന്റെയും വ്യക്തിപരമായ നാമത്തിൽ നന്ദി പറയുന്നു. ഈ സംവാദ പരമ്പരയുടെ മുഖ്യാതിഥിയായി എത്തി ആയുസിന്റെ പുസ്തകത്തെ സംബന്ധിച്ച ചർച്ചയ്ക്ക് മിഴിവേകിയ CV ബാലകൃഷ്ണൻ സാറിന് സ്നേഹാദരങ്ങളോടെ നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളുടെ വായനാനുഭവങ്ങളെയും വിലയിരുത്താനുള്ള ശേഷിയെയും വളർത്തുന്നതിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എഴുത്തുകാരെ കൊണ്ടുവന്ന് ചർച്ച നടത്താമെന്ന് പറഞ്ഞ് അതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നത് ഗംഗ ടീച്ചറാണ്. ടീച്ചറിന് ഔപചാരികതയുടെ പേരിൽ സ്നേഹാദരങ്ങളോടെ നന്ദി അർപ്പിക്കുന്നു. മലയാളം വിഭാഗത്തിലെ മറ്റധ്യാപകർ, മറ്റു കോളേജുകളിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത അധ്യാപകർ, വിദ്യാർത്ഥികൾ ഇവർക്കെല്ലാം മലയാളം വിഭാഗത്തിന്റെയും എന്റെയും നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഇനി നന്ദി പറയാനുള്ള എന്റെ സഹപാഠികളായ സുഹൃത്തുക്കൾക്കാണ്. ഇത് നമ്മുടെ സംവാദ പരമ്പരയായതിനാൽ തന്നെ നന്ദി പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഏകാകിയുടെ വ്യസനങ്ങളെ ഫലപ്രദമാക്കി തീർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.